തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രഡിക്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? ശരി, എന്തായിരുന്നു കണ്ട വാക്ക്? എക്കോ. ECHO അല്ലേ? ഇതെനിക്ക് മുൻകൂട്ടി അറിയാമെന്ന് പറഞ്ഞതിന്റെ പറ്റിയുള്ളൂ. റാൻഡമായിട്ട് എടുത്ത പേജ് നമ്പറാണ്, അതിൽ റാൻഡം വരിയിൽ നിന്ന് സെലക്ട് ചെയ്ത വാക്കാണ് എക്കോ. ഇത് എപ്പോ എഴുതിയതാ? എങ്ങനെയുണ്ട്? താങ്ക് യു. ഹായ്, ഹലോ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് ജോഹാൻ, വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ആൻഡ് റാൻഡമായിട്ട്, വളരെ റാൻഡമായിട്ട് ഒരു 2 ഡിജിറ്റ് നമ്പർ പറയാൻ പറഞ്ഞാൽ ഏത് പറയും? 23. ഓക്കെ, ഇവിടെ 23 എന്ന് പറഞ്ഞത് കൊണ്ട് ഇവിടെ എൻ്റെ അടുത്തൊരു ബുക്ക് ഉണ്ട്, ദ മിസ്റ്റ് എന്നാണ് ഇതിന്റെ പേര്. ഈ ബുക്ക് എന്ന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താം. ഇതെന്താന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ ഒരു കസിന്റെ ഒരു വെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ട്രെയിനിൽ അഹമ്മദാബാദിലേക്ക് പോവുകയായിരുന്നു. ഓക്കെ, ആ ഒരു ടൈമിൽ അയ്യപ്പ സീസൺ ആയിരുന്നു. അയ്യപ്പ സീസൺ എന്ന് പറയുമ്പം ഈ മലയ്ക്ക് പോകുന്ന ശബരിമലയ്ക്ക് പോകുന്ന സമയമായിരുന്നു. അപ്പം ഞങ്ങളുടെ തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിലും അടുത്ത് ഉള്ള സീറ്റുകളിലും സ്വാമിമാരായിരുന്നു ഇരുന്നത്. അതില് കൂട്ടത്തിലൊരു ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഒരു ടൂറിസ്റ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരന് ഈ ബുക്കുകളൊക്കെ ഒരുപാട് വായിക്കുന്ന കൊടുത്തില്ല. അപ്പൊ ഇറങ്ങുന്ന സമയമായപ്പം എനിക്ക് ഈ ബുക്ക് തന്നിട്ട് പറഞ്ഞു, ഇത് പുള്ളിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ചു വെക്കണമെന്ന് പറഞ്ഞു. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ കയ്യിൽ ഈ ബുക്ക് ഭദ്രമായിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള ദ മിസ്റ്റ് എന്ന ഇംഗ്ലീഷ് പുസ്തകമാണ് ഇത്. ഓക്കെ, എല്ലാ വ്യത്യസ്തമായിട്ടുള്ള വാക്കുകളല്ലേ? ഇവിടെ പറഞ്ഞ വാക്ക് ഏതായിരുന്നു? നമ്പർ ഏതായിരുന്നു? 23. ഓക്കെ, നമുക്കിവിടെ ഈ ബുക്കിൽ എത്ര പേജസ് ഉണ്ട്? 120. എല്ലാ പേജും ഡിഫറെന്റ് അല്ലേ? ഓക്കെ, ഒന്ന് ക്യാമറയിൽ ഒന്ന് കാണിച്ചിട്ട് വാ. എന്റെ നമ്പർ കൂടി. ഓക്കെ, ക്ലിയർ ആയല്ലോ? ശരി, വാ. ഇപ്പോ ഈ ബുക്ക് ഞാൻ ജോഹാന്റെ കയ്യിലേക്ക് തരികയാണ്. 23 എന്നാണ് പറഞ്ഞത്. ആ 23യിലെ പേജ് നമ്പർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നെ കാണിക്കണ്ട, ഇതൊരു റാൻഡം ചോയ്സ് അല്ലേ 23 കിട്ടാന്? ശരി, എന്റെ അടുത്ത് ഇതേ ബുക്ക് തന്നെ ഇൻവിസിബിൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. 23 എന്ന് പറയുമ്പോൾ ഈ ഒരു സൈഡ് അല്ലേ പേജ്? ഓക്കെ, ഞാൻ ജോഹാൻ ഒരു വാക്ക് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് അത് ഏതാണ് കണ്ടുപിടിക്കാൻ പോകുന്നതെന്നൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ഇപ്പൊ ഞാൻ ഈ ബുക്ക് വെച്ചിട്ടൊക്കെ ഒരുപാട് പരിപാടികൾ ചെയ്യുമ്പോൾ പലരും പറയുന്ന ഒരു കാര്യമാണ്, എടാ നീ ഇതിന്റെ എല്ലാ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വേർഡുകളും മനസ്സിൽ പഠിച്ച് അത് പറയുന്നതല്ലേ, ഉടയിപ്പല്ലേ എന്ന് പലരും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇന്നൊരു വെറൈറ്റി ചെയ്യാം. ഓക്കെ, ജോഹാൻ അതിന്റെ ഫസ്റ്റ് ലൈനിലെ ഫസ്റ്റ് വേർഡിൽ ഒന്ന് കൈവച്ച്, ഫസ്റ്റ് ലൈനിലെ ഫസ്റ്റ് വേർഡ് 23 എന്ന പേജിലെ ഫസ്റ്റ് ലൈനിലെ ഫസ്റ്റ് വേർഡിൽ കൈവെക്കുക. ഞാൻ വെക്കുന്ന പോലെ തന്നെ ചെയ്യുക. എൻ്റെ അടുത്ത് ഇൻവിസിബിൾ ബുക്ക്, ഇതേ ബുക്ക് തന്നെ ഇൻവിസിബിൾ ആക്കി പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോയേ, നേരെ കൊണ്ടുവന്നേ, ഇങ്ങനെ അറ്റം കൊണ്ടുവന്നേ, ഇങ്ങനെ അറ്റം കൊണ്ടുവന്നു, നേരെ താഴോട്ട് വരിക. സെക്കൻഡ് ലൈനിലെ ഫസ്റ്റ് വേർഡ്, വീണ്ടും താഴോട്ട് വരിക. കുറച്ചുകൂടി ഒന്ന് ടഫ് ആയിക്കോട്ടെ, ഒന്നുകൂടി താഴോട്ട് വരിക. ഇപ്പൊ 4th ലൈനിലാന്ന് തോന്നുന്നു കൈവിരലിരിക്കുന്ന. 4th ലൈനിലെ ഫസ്റ്റ് വേർഡ് ഒന്ന് മനസ്സിൽ വിചാരിക്കുക. എന്നെ കാണിക്കരുത്, മനസ്സിൽ വിചാരിക്കുക. അതൊന്ന് ക്യാമറയിൽ കാണിക്കുക, വ്യക്തമായിട്ട് കാണണം ക്യാമറയിൽ. 4th ലൈനിലെ ഫസ്റ്റ് വേർഡ് എന്നോട് പറയരുത്, ക്യാമറയിൽ വ്യക്തമായി കാണിക്കുക. ഓഡിയൻസ് ആരും ശബ്ദം ഉണ്ടാക്കരുത്, വിളിച്ച് പറയരുത്. ഓക്കെ, കാണിച്ചോ? ആ വേർഡ് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. ഓക്കെ, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാലോ, കുഴപ്പമില്ല. കട്ടിയുള്ള വേർഡൊന്നും അല്ലല്ലോ? അല്ല. ഓക്കെ, ജസ്റ്റ് അതൊന്ന് ക്ലോസ് ചെയ്യും. ഓക്കെ, ഞാൻ ഇവിടെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രഡിക്ഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ? ശരി, എന്തായിരുന്നു കണ്ട വാക്ക്? എക്കോ. ECHO അല്ലേ? ഇതെനിക്ക് മുൻകൂട്ടി അറിയാന്ന് പറഞ്ഞ എന്തെങ്കിലും പറ്റിയുണ്ടോ? റാൻഡമായിട്ട് എടുത്ത പേജ് നമ്പറാണ്, അതിൽ റാൻഡം വരിയിൽ നിന്ന് സെലക്ട് ചെയ്ത വാക്കാണ് എക്കോ. ഇത് എപ്പോ എഴുതിയതാ? എങ്ങനെയുണ്ട്? താങ്ക് യു.